ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഇടവക തിരുനാളുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ്. ഞങ്ങളുടെ ഇടവക വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ നാമധേയത്തിൽ അറിയപ്പെടുന്ന ഇടവകയാണ്. തൃശ്ശൂർ അതിരൂപതയിലെ തന്നെ ഏക ദൈവാലയമാണ് പൗലോസ് ശ്ലീഹായുടെ തേക്കാട്ടുശ്ശേരി ഇടവക. ഇടവക 50 വർഷം പൂർത്തിയാക്കിയാണ് ഈ വർഷം. അപ്പോൾ സുവർണ ജൂബിലി നിറവിൻ്റെ ആഘോഷങ്ങളാണ്. ഇവിടെ ഈ ഊട്ടുനേർച്ചയായിട്ട് പൂത്തും കായും ആണ് ഇവിടുത്തെ സ്പെഷ്യല്. അപ്പോൾ അത് പലർക്കും കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ആഘോഷങ്ങളും വ്യത്യസ്തത നിറഞ്ഞതാണ്. അപ്പോൾ 8500 പേർക്കാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. ഈ ഇടവകയിൽ ആകെ 350 ഇടവകക്കാരുണ്ട്. അപ്പോൾ നമുക്കറിയാലോ, പുറത്തുനിന്നുള്ള ഇടവകക്കാരെല്ലാം പങ്കെടുക്കുന്ന ഈ ദേശം മുഴുവൻ ഒരു ഉത്സവമായി ആഘോഷിക്കുന്ന ഒരു തിരുനാളാണ് വിശുദ്ധൻ്റെ തിരുനാൾ. അപ്പോൾ ഈ തിരുനാളിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. അത്ഭുതങ്ങൾ ഇന്നും തുടരുന്നുണ്ടെന്ന സത്യം വിളിച്ചോതും ഈ ആലയം. വിശുദ്ധന്റെ നാമം വഹിക്കുന്നൊരാലയം. ഈ ഗ്രാമം ഒരു പുണ്യഭൂമി. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. രോഗത്താൽ ഞങ്ങൾ തളർന്നിടുമ്പോൾ, കഷ്ടതയാൽ ഞങ്ങൾ തകർന്നിടുമ്പോൾ, പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. ഓരോ തിരുനാളുകളും നമുക്കൊരു സന്ദേശം നൽകുന്നുണ്ട്. വിശുദ്ധൻ നമുക്ക് നൽകുന്ന സന്ദേശം ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ പുതിയ ഒരു വ്യക്തിയായി, തീഷ്ണതയിൽ ജ്വലിക്കുന്നവനായി മാറി. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിലെ പകുതിയോളം ലേഖനങ്ങൾ എഴുതാനും ഈശോയെ പ്രഘോഷിക്കാനും തുടങ്ങി. വിശുദ്ധന്റെ സാന്നിധ്യം അനേകർക്ക് രോഗശാന്തിയും പലവിധ ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലും ഒരു പുതിയ വ്യക്തിയായി മാറാനുള്ള പ്രചോദനവും ലഭിക്കുന്നു. നമ്മുടെ ജീവിതത്തിലും നല്ല മാറ്റങ്ങളിലേക്കുള്ള ഒരു വഴിത്തിരിവായി തിരുനാൾ മാറട്ടെ എന്ന് വിശുദ്ധൻ ആഗ്രഹിക്കുന്നു. ഇത് വിശുദ്ധൻ്റെ തിരുനാളിന് കൊടുക്കുന്ന നേർച്ച പായസമാണ്. അരവണ പായസമാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. ഹലോ ഗൈസ്, ഇദ്ദേഹമാണ് നാളത്തെ കലവറയുടെ ചാർജന്. ജോസേട്ടൻ
കറികൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ബീഫും കായിയാണ് ഏകദേശം റെഡിയായി വരുന്നു. ബീഫും കായും തയ്യാറായി കഴിഞ്ഞത് ഡബ്ബകളിലാക്കിയിട്ട് ഹോളിൽ വെഞ്ചിരിപ്പിനായിട്ട് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നേർച്ച വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറിനോടൊപ്പം ബീഫും കായും കറിയുണ്ട്, അതുപോലെ തന്നെ മീൻചാറുണ്ട്, അതുപോലെ അച്ചാറുണ്ട്, സള്ളാസ് ഉണ്ട്. ഇതൊക്കെയാണ് നേർച്ച ഭക്ഷണത്തിന് ഇവിടെ കൊടുത്തു വരുന്നത്. അപ്പോൾ എല്ലാം തയ്യാറായി കഴിഞ്ഞതെല്ലാം ഹോളിൽ വെഞ്ചിരിപ്പിനായിട്ട് അടുപ്പിച്ചു കഴിഞ്ഞു. ഏതാനും സമയത്തിനുള്ളിൽ ഇടവക വികാരി ജോസ് പുന്നോലിപ്പറമ്പിലച്ഛൻ ഇത് വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിക്കും. അതിനുശേഷം പാർസലിൻ്റെ പാക്കിങ്ങുകളൊക്കെ ആരംഭിക്കും. അപ്പോൾ ഭക്ഷണം നേർച്ച വീടുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ആൾക്കാരൊക്കെ അതിനുശേഷം കൊടുത്തു തുടങ്ങും. അപ്പോൾ അതിൻ്റെ പാക്കിങ് CLCയും അതുപോലെ KSVയും സംഘടനകളാണ്, അതിലത്തെ കുട്ടികളാണ് നിർവഹിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ വെഞ്ചിരിപ്പിന് അച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വെഞ്ചിരിപ്പ് ആരംഭിക്കുകയായി. തീക്ഷ്ണതയിൽ ഞങ്ങൾ ജ്വലിച്ചിടുവാൻ, യേശുവിൻ സാക്ഷിയായി തീർന്നിടുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം. തിരുനാളിൻ്റെ നേർച്ച ഭക്ഷണം തീർത്ഥാടകർക്ക് സപ്ലൈ ചെയ്യുന്നതും പാർസലിൻ്റെ പാക്കിങ്ങും മുൻ വർഷങ്ങളിലെ പോലെ KCYM CLC സംഘടനയിലെ യുവജനങ്ങളാണ് ഒരുക്കിയത്. ഈ വർഷത്തെ തിരുനാൾ ദിവ്യബലിക്ക് കാർമ്മികത്വം വഹിച്ചത് നടത്തറ തിരുഹൃദയ പള്ളി വികാരി ഫാദർ നോബി അമ്പൂക്കൻ, സെൻറ് ജോസഫ് പ്രീസ്റ്റ് ഹോം ഡയറക്ടർ ഫാദർ ബാസ്റ്റിൻ പുന്നൂലിപ്പറമ്പിൽ, കല്ലൂർ ഭരത സുപ്പീരിയർ ഫാദർ ജെയിംസ് മേലേടത്ത് MCBS എന്നിവരായിരുന്നു. ഈ വർഷത്തെ തിരുനാളിന് കൂടുതൽ തീർത്ഥാടകരെ പ്രതീക്ഷിച്ചിരുന്നതുകൊണ്ട് ഭക്ഷണത്തിൻ്റെയും പായസത്തിൻ്റെയും പാർസൽ കൂടുതൽ കരുതിയിരുന്നു. അന്ധത ഞങ്ങളെ മൂടിടുമ്പോൾ, ആത്മീയ ശക്തി ക്ഷയിച്ചിടുമ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. പ്രാർത്ഥിക്കുന്നു. ജീവകാരുണ്യ പ്രവർത്തനത്തിന് തേക്കാട്ടുശ്ശേരി ഇടവക എപ്പോഴും മുൻനിരയിൽ തന്നെയാണ്. വീടുകൾ ഒത്തിരി പേർക്ക് പണിത് കൊടുത്തിട്ടുണ്ട്. ഈ തവണ വീടുകളിൽ പണിത് കൊടുത്തു കൂടാതെ തന്നെ ബ്ലഡ് ഡൊണേഷൻ ബാങ്ക് IMAയുടെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ബ്ലഡ് കൊടുക്കാനായിട്ട് ഈ തിരുനാളിൻ്റെ ആഘോഷങ്ങൾക്കിടയിലും കടന്നു വന്നു എന്നത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. അത്രമാത്രം നല്ല മനസ്സിൻ്റെ ഉടമകളാണ് തേക്കാട്ടുശ്ശേരിക്കാർ എന്നത് സംശയമില്ല. സാത്താന്റെ കെണിയിൽ ഞാൻ വീണിടുമ്പോൾ, ദൈവത്തിൻ കരം എന്നെ താങ്ങിടുവാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ പൗലോസിൻ മാധ്യസ്ഥം തേടിടുന്നു. പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ, പ്രാർത്ഥിക്കുന്നു വിശുദ്ധ. ഈ വർഷത്തെ ഊട്ട് നേർച്ചയ്ക്കായിട്ട് നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തിരി പേര് എത്തിച്ചേർന്നു. അത് മുൻ വർഷങ്ങളിൽ നിന്ന് മാറി അത്രമാത്രം ജനം വന്നുകൂടിയ ഒരു ഊട്ടായിരുന്നു 2025 ഊട്ട് തിരുനാൾ.
തിരുനാൾ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വിശുദ്ധൻ്റെ തിരുനാൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ബായ്.